നമസ്കാരം സുഹൃത്തുക്കളെ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അന്തരിച്ചപ്പോഴും ഏതൊരു കത്തോലിക്ക കുടുംബാംഗത്തിനും അവരുടെ സ്വന്തം കുടുംബത്തിൽ ഒരു അംഗം പോയൊരു വേർപെട്ടു പോയൊരു വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മാർപ്പാപ്പ അന്തരിച്ചു. പക്ഷെ അന്തരിച്ച മാർപ്പാപ്പയെ പറ്റി മോശമായി പറയുകയല്ല. പക്ഷെ ഒരു ക്രിസ്തീയ കുടുംബത്തിലെ ക്രൈസ്തവ കത്തോലിക്ക കുടുംബത്തിന് ആ ഒരു വേദന നമുക്ക് കാണുന്നില്ല. കാരണം ഇപ്പോൾ പല ചാനലുകളും പറയുന്നു അദ്ദേഹം ഒരു കാസ ഇതിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ അക്രസംഖ്യകൾ എതിർക്കുന്നു. ശരിക്കും ഞാൻ ചോദിക്കുന്നു, ഈ പറയുന്ന മാർപ്പാപ്പ നീതിമാനായിരുന്നു? ആദ്യമേ ഞാൻ പറയട്ടെ, ഒരു നീതിമാനായ മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കറുത്തവനോ ഫിലിപ്പിനോ ഇന്ത്യക്കാരനോ ആയിക്കോട്ടെ, പക്ഷെ ആഗോള സഭയായിട്ടുള്ള എൻ്റെയും കൂടി സഭയായിട്ടുള്ള ഈ കത്തോലിക്ക സഭയെ മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു നേതാവിന് ആവശ്യമാണ്. ദൈവം അനുയോജ്യനായിട്ടുള്ള ഒരു മാർപ്പാപ്പയെ നമുക്ക് തരട്ടെ. അത് ആരുമായിക്കോട്ടെ, വർഗമെന്തുമായിക്കോട്ടെ, പക്ഷെ ആഗോള സഭയെ ഈ ഒരു അവസരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ശക്തനായിട്ടുള്ള നേതാവിന് ആവശ്യമുണ്ട്. പഴയകാലത്തേക്ക് തിരിച്ചു പോകാം. എന്തുകൊണ്ടായിരുന്നു ഈ പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ജനങ്ങൾ വെറുത്തിരിക്കുന്നത്? കാരണം ഒരു കൂട്ടം ആള്, ഞാൻ മുഴുവൻ ആളെന്ന് പറയുന്നത് ഞാനടക്കം ആളുകൾ വെറുക്കുകയാണ്. കാരണം എൻ്റെ സഹോദരങ്ങൾ നൈജീരിയയിൽ കൊലപ്പെടുമ്പോൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള അർജന്റീന, ബ്രസീൽ, വെനസ്വേല ഈ രാജ്യങ്ങളൊക്കെ പട്ടിണി മൂലം ക്രൈസ്തവ കുടുംബങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം ഒരിക്കൽ പോലും അവരെ യൂറോപ്പിലേക്ക് വിളിച്ചിട്ടില്ല. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ വെറുതെ വിട്ടേക്ക് പോട്ടെ, അവർ ജീവിച്ചോളൂ. പക്ഷെ നൈജീരിയയിലെ എൻ്റെ സഹോദരങ്ങൾ, യമനിലെ, ലെബനിലെ സഹോദരങ്ങൾ, സിറിയയിലെ ക്രൈസ്തവ കുടുംബങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഒരിക്കൽ പോലും അവരെ ഈ പറയുന്ന മാർപ്പാപ്പ എന്തുകൊണ്ട് യൂറോപ്പിലേക്ക് വിളിച്ചില്ല? എന്തുകൊണ്ട് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പറയുന്ന ജിഹാദികളെ വിളിച്ചു? എവിടേക്ക്? യൂറോപ്പിലേക്ക്. ഇന്ന് അവർ യൂറോപ്പ് മുഴുവൻ കുളം തോണ്ടിയിരിക്കുകയാണ്. അദ്ദേഹം മനസ്സിലാക്കാൻ പാടുപെട്ടു പോയി. അതായത് കാലഘട്ടത്തെ മനസ്സിലാക്കാൻ അദ്ദേഹം പെട്ടുപോയോ, അത് അദ്ദേഹം എന്താ പറയുക, ഒരു കൂട്ടം ആളുകളുടെ പ്രേരണയിൽ പ്രവർത്തിച്ചോ? കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ അദ്ദേഹം ദൈവത്തിന്റെ ഒരു വിഘ്നം കൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ അദ്ദേഹം പരാജയപ്പെട്ടു പോയോ? ചിന്തിക്കേണ്ട സംഭവമാണ്. കാരണം യൂറോപ്പ് മുഴുവൻ ഇന്ന് ഈ അവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണക്കാരൻ മാർപ്പാപ്പയാണ്. അതുമാത്രമല്ല, ഈ പറയുന്ന LGBTQ, അതായത് സെയിം സെക്സ് മാരേജ് ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനെ മാർപ്പാപ്പ ഏതോ കാലഘട്ടത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ക്രൈസ്തവ സമൂഹത്തിന്റെ വാല്യൂസിനെ അദ്ദേഹം വേണ്ടാന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്വയം രീതിക്ക് അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ്. വളരെ മോശമായ കാലഘട്ടങ്ങളിൽ അദ്ദേഹം സഭ കടന്നു പോയപ്പോൾ അദ്ദേഹം സഭയുടെ കൂടെ നിന്നില്ല. സത്യമായ കാര്യമാണ്. പിന്നെ സഭയുടെ ജനങ്ങൾക്ക് അനുഭവമായ കുർബാന എന്നുള്ളത് വർഷങ്ങളോളമായി സഭയിൽ അനുഭവിച്ചു പോരുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം എന്തുകൊണ്ട്, അദ്ദേഹത്തിന് ഏറ്റവും പിഴച്ചൊരു സംഭവം എന്ന് പറയുന്നത് ഗാസ വിഷയമാണ്. കാരണം ഗാസയിലെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഗാസയിലെ പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേൽ തിരിച്ചയക്കണം. പക്ഷെ അദ്ദേഹത്തിന് ആത്മാർത്ഥത എവിടേക്കാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. കാരണം ഇസ്രായേല് ഇന്നലെ അദ്ദേഹത്തിന് അനുശോചിച്ചിട്ടുള്ള പ്രസ്താവന വിഡ്രോ ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ സർക്കാർ. കാരണം അവർക്ക് മനസ്സിലാക്കിയിരിക്കുക, ഞങ്ങൾ പൊട്ടന്മാരങ്ങാൻ ശ്രമിക്കരുത്. കാരണം അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് തീർപ്പാക്കാൻ സാധിക്കുമായിരുന്നു. ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളാണ് 2013 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പറയുന്ന ജിഹാദികൾ ആക്രമണത്തിൽ ഇല്ലായ്മയപ്പെട്ടിരുന്നത്. വെറും യൂട്യൂബ് ലൈക്സിന് വേണ്ടി ഞാൻ പറയുന്ന സംഭവമല്ല. സിറിയ, ലെബനൻ ചിന്തിച്ചു നോക്കണം സുഹൃത്തുക്കളെ. അവർക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും ഇദ്ദേഹം ഒന്ന് ഉയർത്തിയിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉയർത്തിയിരുന്നെങ്കിൽ, ഒരു പക്ഷേ എത്രയോ ക്രൈസ്തവ കുടുംബങ്ങൾ ഇന്ന് ശാന്തി ഉണ്ടായേനെ. ചിന്തിക്കണം, അദ്ദേഹം ഒരിക്കൽ പോലും മുസ്ലിം ഭീകരത, ജിഹാദി ഭീകരതയ്ക്കെതിരെയാണ് അദ്ദേഹം സംസാരിച്ചില്ല. ഇന്ന് അദ്ദേഹം എന്താ സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹം മരിച്ച ശേഷം അതിന്റെ എംപാമ്പയാക്കി മാറ്റിയിരിക്കുകയാണ്. പല മുസ്ലിം സഹോദരന്മാരും പറയാണ് മാർപ്പാപ്പയല്ല എംപാമ്പെ അന്തരിച്ചു എന്ന് പറയുന്നത്. ഫ്രാൻസിന്റെ ഏതോ ഫുട്ബോൾ കളിക്കാരൻ എംപാമ്പെ. കാരണം മാർപ്പാപ്പ എന്നുള്ള പേര് പറയാൻ പോലും അവർക്ക് അറിഞ്ഞുകൂടാ. എംപാമ്പെ അന്തരിച്ചു. അവർ പോയി തപ്പുകയാണ് റയൽ മാഡ്രിഡിനെ. എനിക്കറിയില്ല, റയൽ മാഡ്രിഡിലാണെന്ന് കളിക്കുന്നു തോന്നുന്നു. റയൽ മാഡ്രിഡിന്റെ വെബ്സൈറ്റിൽ പോയി തപ്പുകയാണ് എംപാമ്പ് അന്തരിച്ചോ എന്ന്. ഏതെങ്കിലും പണ്ഡിതൻ ഏതെങ്കിലും ക്രൈസ്തവ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി വായിച്ചിട്ടുണ്ടോ? ഞാൻ വർഗീയത പറയുകയില്ല, വർഗീയത പറഞ്ഞ ആഗ്രഹമില്ല, ചാനൽ വർഗീയ ചാനലാകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ
പറയുന്ന പോയിന്റുകൾ പറഞ്ഞേ പറ്റൂ. ഈ 2013 മുതൽ 2025 വരെ ലവ് ജിഹാദ്, നർക്കോട്ടിക്സ് ജിഹാദ്, എത്രയോ ജനങ്ങൾക്ക് അഭിമുഖമായ കുർബാന, എത്രയോ വിഷയങ്ങളിൽ കത്തോലിക്ക സഭ മുന്നോട്ട് പോയപ്പോഴും ഒരിക്കൽ പോലും കത്തോലിക്ക സഭയെ അനുകൂലിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. കേരള സഭ അല്ലെങ്കിൽ ഇന്ത്യൻ സഭ അനുകൂലിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. കാരണം അത് ഇദ്ദേഹത്തിന് ആരോ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ പറഞ്ഞ സഭ. ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും മുന്നോട്ട് വരാൻ പാടില്ല. ഇങ്ങനെയുള്ള ആളുകൾ ലെഫ്റ്റ് ചിന്താഗതിയുമാണ്. അദ്ദേഹം അർജന്റീനയിൽ നിന്ന് വരുന്നു, അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ദൈവം തിരഞ്ഞെടുക്കാൻ പാടില്ല ഈ പറഞ്ഞ പദവിയിലേക്ക്. എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ സഭ ഒരുപക്ഷെ കറുത്തവനായിക്കോട്ടെ, ഫിലിപ്പിനോ ആയിക്കോട്ടെ, ഇന്ത്യൻ ആയിക്കോട്ടെ, പക്ഷെ ചടുലമാൻ നീക്കങ്ങളിൽ കൂടെ, അതായത് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന കത്തോലിക്ക സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ശക്തനായിട്ടുള്ള മാർപ്പാപ്പയാണ് വേണ്ടത് ഞങ്ങൾക്ക്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പോലെ. കാരണം ഇവിടെ അത് കസേര ഉറപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ സന്തോഷിപ്പിക്കലല്ല, ചടുലമാൻ നീക്കം കൂടെ ഞങ്ങളുടെ കുഞ്ഞാടുകളെ ആട്ടിടൻ ആരാണ്? സ്വന്തം കുഞ്ഞാടുകളെ സംരക്ഷിക്കുന്ന ആട്ടിടയൻ, ചെന്നായ്ക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നവൻ അല്ലെ? ചെന്നായ കൂട്ടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കുന്നവരാണ് യഥാർത്ഥ ആട്ടിടയൻ, ഒരു ക്രൈസ്തവൻ അല്ലെങ്കിൽ ഒരു ക്രിസ്തു. ആ ഒരു റോളിലാണ് നമ്മൾ മാർപ്പാപ്പയെ കാണുന്നത്. എന്നിട്ട് പോലും ഈ പറഞ്ഞ വ്യക്തി സ്വന്തം കുഞ്ഞാടുകളെ, യൂറോപ്പിലെ എത്രയോ പെൺകുട്ടികൾ ഈ പറയുന്ന ജിഹാദി ഗ്രൂമിങ്, റേപ്പ് ഗ്രൂമിങ് പെട്ടുപോയി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമോ? ഈ പറയുന്ന പല സ്വീഡനായാലും ഡെൻമാർക്കായാലും ലണ്ടനിലായാലും ഈ റേപ്പ് ഗ്രൂമിങ് ഗ്യാങ്ങുകളിൽ പെട്ട് ജീവിതം അവസാനിപ്പിച്ച നമ്മുടെ ക്രൈസ്തവ കത്തോലിക്ക പെൺകുട്ടികൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. ഇതിനെല്ലാം കാരണക്കാരൻ മാർപ്പാപ്പയെ ഞാൻ പറയുന്നില്ല, പക്ഷെ അദ്ദേഹം ഒന്ന് ശബ്ദം ഉയർത്തിയിരുന്നെങ്കിൽ എത്രയോ ക്രൈസ്തവ കുടുംബങ്ങളിലെ പെൺകുട്ടികൾ ഇന്ന് സന്തോഷമായി ജീവിക്കുമായിരുന്നു. അദ്ദേഹം ഹീസ് ഇൻഫ്ലുവൻസ്ഡ് ലീഡേഴ്സിനെ സ്വീകരിക്കുവരെ. പക്ഷെ താങ്കൾ നൈജീരിയയിലെ നമ്മുടെ സഹോദരിമാരെ സ്വീകരിച്ചിരുന്നെങ്കിൽ അവരിന്ന് ജീവിക്കുമായിരുന്നു. താങ്കൾ നീതിമാനാണോ അല്ലയോ എന്ന് കാലം തീരുമാനിക്കട്ടെ. ഞാൻ ആരുമല്ല.